നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ. ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങളിലേക്ക് സ്വാഗതം. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസിൽ പതഞ്ജലി സ്ഥാപകനും യോഗ ആചാര്യനുമായ രാംദേവും MD ആചാര്യ ബാലകൃഷ്ണൻ നൽകിയ മാപ്പപേക്ഷ രണ്ടാം തവണയും സുപ്രീം കോടതി തള്ളി. മനഃപൂർവ്വമുള്ള നിയമലംഘനത്തിന് ശിക്ഷ നേരിടാൻ തയ്യാറായിക്കൊള്ളൂ എന്ന് താക്കീതും നൽകി. മാപ്പപേക്ഷ അപര്യാപ്തമാണെന്നും കടലാസിൽ എഴുതി വെച്ചതുകൊണ്ടായില്ലെന്നും ജഡ്ജിമാരായ ഹിമ കോഹ്ലി, അമാനുള്ള എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. അതിനിടെ അലോപ്പതി മരുന്നുകളെ പതഞ്ജലി തള്ളിപ്പറഞ്ഞതിനെ വിമർശിച്ച് കേന്ദ്ര ആയുഷ് മന്ത്രാലയവും സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ആളുകൾ തെറ്റുവരുത്താറുണ്ടെന്നും അത് സ്വാഭാവികമാണെന്നും രാംദേവിൻ്റെ അഭിഭാഷകൻ മുകുൾ റോഹ്തി ചൂണ്ടിക്കാട്ടിയെങ്കിലും അതിൻ്റെ പ്രത്യാഘാതമുണ്ടാകുമെന്നും കേസിൽ ഉദാര സമീപനം പ്രതീക്ഷിക്കരുതെന്നും സുപ്രീം കോടതി മറുപടി നൽകി. സത്യവാങ്മൂലത്തിൽ ഉപയോഗിച്ച വാക്കുകളിലാണ് കോടതി വിയോജിപ്പറിയിച്ചത്. മാപ്പപേക്ഷ നേരത്തെ മാധ്യമങ്ങൾക്ക് നൽകിയതിലുള്ള അതൃപ്തിയും അറിയിച്ചു. പബ്ലിസിറ്റിക്കാണ് അവർ എപ്പോഴും മുൻഗണന നൽകുന്നതെന്ന പരാമർശവും കോടതി നടത്തി. മതിയായ നിയമോപദേശം നൽകിയെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ചൂണ്ടിക്കാട്ടിയെങ്കിലും മാപ്പപേക്ഷ കടലാസിൽ മാത്രമേ ഉള്ളൂവെന്നായിരുന്നു കോടതിയുടെ പ്രതികരണം. കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നത് ഒഴിവാക്കാൻ വിദേശയാത്രയെക്കുറിച്ച് തെറ്റായ വിവരം നൽകിയതും സുപ്രീം കോടതിയെ ചൊടിപ്പിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. പതഞ്ജലിക്കും അനുബന്ധ സ്ഥാപനമായ ദിവ്യ ഫാർമസിക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ ലൈസൻസിംഗ് അധികൃതർ വീഴ്ച വരുത്തിയതുമായി ബന്ധപ്പെട്ട് ഉത്തരാഖണ്ഡ് സർക്കാരിനെയും കോടതി വിമർശിച്ചു. സർക്കാർ അവരുമായി കൈകോർക്കുകയാണെന്ന് എന്തുകൊണ്ട് കരുതിക്കൂടെന്നും ചോദിച്ചു. സംസ്ഥാന ഡ്രഗ്സ് ലൈസൻസിംഗ് അതോറിറ്റി സത്യവാങ്മൂലം നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ലോട്ടറി ഭീമൻ സാന്റിയാഗോ മാർട്ടിന് എതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ നടപടികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. തനിക്കെതിരെ CBI രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിലെ വിചാരണ നടപടികൾ പൂർത്തിയാകുന്നതുവരെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള കേസിലെ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ടാണ് മാർട്ടിൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് അഭയ് സോഖെ അധ്യക്ഷനായ ബെഞ്ച് EDയോട് നിലപാട് വ്യക്തമാക്കാൻ നിർദ്ദേശിച്ചു. CBI കൊച്ചി ഓഫീസ് സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ED കള്ളപ്പണം വെളുപ്പിക്കൽ കേസെടുത്തത്. നേരത്തെ സാന്റിയാഗോ മാർട്ടിൻ BJPക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെയും ട്രസ്റ്റുകളിലൂടെയും 140 കോടി രൂപയും കോൺഗ്രസിന് 50 കോടിയും കൈമാറിയതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട കേസിൽ തന്നെ അറസ്റ്റ് ചെയ്ത EDയുടെ നടപടി ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചു. കെജ്രിവാളിന്റെ ഹർജി ഉടൻ പരിഗണിക്കണമെന്ന് മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിനോട് ആവശ്യപ്പെട്ടു. ഹർജിയുടെ വിശദാംശങ്ങൾ ഇമെയിൽ ചെയ്യാനും ഹർജി എപ്പോൾ ലിസ്റ്റ് ചെയ്യണമെന്ന് അതിനുശേഷം തീരുമാനിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. കെജ്രിവാളിന്റെ ഹർജി കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത്. അതേസമയം അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്താൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന കെജ്രിവാളിന്റെ ഹർജി റൌസ് അവന്യൂ കോടതിയിലെ പ്രത്യേക ജഡ്ജി കാവേരി ബെവേജ തള്ളി. അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്താൻ കോടതി നൽകിയ അനുവാദം കെജ്രിവാൾ ദുരുപയോഗം ചെയ്തതെന്ന EDയുടെ വാദം പരിഗണിച്ചാണ് അപേക്ഷ തള്ളിയത്. ആഴ്ചയിൽ 5 പ്രാവശ്യം അഭിഭാഷകരുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകണമെന്നായിരുന്നു കെജ്രിവാളിന്റെ ആവശ്യം. നിലവിൽ 2 പ്രാവശ്യം മാത്രമാണ് അവസരമുള്ളത്. അനിൽ അംബാനിയുടെ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അനുബന്ധ കമ്പനിയായ ഡൽഹി എയർപോർട്ട് മെട്രോ എക്സ്പ്രസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ 8000 കോടി രൂപ നൽകണമെന്ന 2021 ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. 2017 ഡൽഹി എയർപോർട്ട് മെട്രോ എക്സ്പ്രസ് പ്രൈവറ്റ് ലിമിറ്റഡിന് DMRC 2782 കോടി രൂപയും പലിശയും നൽകണമെന്ന് ആർബിട്രൽ ട്രിബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. ട്രിബ്യൂണൽ ഉത്തരവിനെതിരെ DMRC നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതിയും 2021 സുപ്രീം കോടതിയും തള്ളി. ആർബിട്രൽ ട്രിബ്യൂണൽ കൊടുക്കാൻ നിർദ്ദേശിച്ച തുകയും പലിശയും മറ്റ് ചാർജുകളും ഉൾപ്പെടെ DMRC നൽകേണ്ട തുക 8000 കോടിയായി ഉയർന്നു. ഈ സാഹചര്യത്തിലാണ് DMRC 2021 ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയത്. പുനഃപരിശോധനാ ഹർജി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് അംഗീകരിക്കുകയായിരുന്നു. ക്രിസ്തുമത വിശ്വാസികൾക്ക് പ്രാർത്ഥനാ യോഗത്തിനുള്ള അനുമതി നിഷേധിച്ച മധ്യപ്രദേശിലെ ഇൻഡോർ ജില്ലാ അധികൃതരുടെ നടപടി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു.
ബുധനാഴ്ച വൈകിട്ട് 5-ന് പ്രാർത്ഥനാ യോഗം നടത്താൻ ജസ്റ്റിസ് ഭൂഷൺ ആർ ഗവായി അധ്യക്ഷനായ ബെഞ്ച് അനുമതി നൽകി. പ്രാർത്ഥനാ യോഗത്തിന് ഉപാധികളോടെ ബിച്ചോളി ഹബ്സ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് നൽകിയ അനുമതി ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഞായറാഴ്ച പിൻവലിക്കുകയായിരുന്നു. ചില ഹിന്ദുത്വ സംഘടനകളുടെ പരാതിയെ തുടർന്നാണ് ഇൻഡോർ കളക്ടർ ഇടപെട്ട അനുമതി നിഷേധിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി വിശ്വാസികൾ മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ചു. മധ്യപ്രദേശ് ഹൈക്കോടതി ജില്ലാ അധികൃതരുടെ നടപടി ശരിവെച്ചതോടെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ചെന്നൈയിലെ പഠനകാലത്ത് 150-ലേറെ തവണ പീഡിപ്പിച്ചെന്ന് കാട്ടി മലയാളിയായ പെൺകുട്ടി കണ്ണൂർ സ്വദേശിക്കെതിരെ നൽകിയ കേസ് സുപ്രീം കോടതി റദ്ദാക്കി. പെൺകുട്ടി മറ്റൊരു വിവാഹം കഴിച്ചതും പരാതിയുമായി മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ലെന്നും വ്യക്തമാക്കിയതും കണക്കിലെടുത്താണ് വിചാരണ റദ്ദാക്കിയത്. ചെങ്കൽപ്പെട്ട് കോടതിയിലെ കേസിലെ വിചാരണ നടപടികൾ തുടങ്ങാനിരിക്കെ സുപ്രീം കോടതിയാണ് 142-ാം വകുപ്പ് ഉപയോഗിച്ച് കേസ് റദ്ദാക്കിയത്. 2006-2010 കാലത്ത് ചെന്നൈയിൽ എഞ്ചിനീയറിംഗിന് പഠിച്ചിരുന്ന ഇരുവരും പ്രണയത്തിലായി. പിന്നീട് യുവാവിന് ബംഗളൂരിൽ ജോലി ലഭിച്ചു, യുവതിക്ക് ചെന്നൈയിലും. അപ്പോഴും ബന്ധം തുടർന്ന യുവാവ് പിന്നീട് വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെ പീഡന പരാതിയുമായി തമിഴ്നാട് പോലീസിനെ സമീപിച്ചു. വിവാഹം കഴിക്കാമെന്ന് യുവാവും കുടുംബവും പോലീസ് സാന്നിധ്യത്തിൽ സത്യവാങ്മൂലം നൽകിയെങ്കിലും പിന്നീട് പിന്മാറി. എന്നാൽ പോലീസ് കേസുമായി മുന്നോട്ട് പോയി. ദുബായിൽ ജോലി ചെയ്തിരുന്ന യുവാവിനെ റെഡ് കോർണർ നോട്ടീസ് വഴി പോലീസ് അറസ്റ്റ് ചെയ്തു. വിചാരണയ്ക്കെതിരെ യുവാവ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അംഗീകരിച്ചില്ല. അതിനിടെ വിവാഹിതയായ യുവതിക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ലെന്ന് വ്യക്തമാക്കിയിട്ടും കേസിന്റെ ഗൗരവ സ്വഭാവം പോലീസ് ചൂണ്ടിക്കാട്ടിയതായിരുന്നു കാരണം. തുടർന്നാണ് യുവാവ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സവിശേഷാധികാരം ഉപയോഗിച്ച് കേസ് റദ്ദാക്കണമെന്ന് യുവാവിന് വേണ്ടി ഹാജരായ സുപ്രീം കോടതി അഭിഭാഷകനായ MR അഭിലാഷ് ചൂണ്ടിക്കാട്ടി. കേസുമായി മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ലെന്ന യുവതിയുടെ നിലപാടും സുപ്രീം കോടതി കണക്കിലെടുത്തു. സന്ദേശ് ഖലിയിലെ അതിക്രമങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം CBIക്ക് കൈമാറി കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിട്ടു. തൃണമൂൽ കോൺഗ്രസ് മുൻ നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ നേതൃത്വത്തിൽ സാധാരണക്കാരുടെ ഭൂമി തട്ടിയെടുത്തത്, സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ തുടങ്ങിയവ CBI അന്വേഷിക്കും. സന്ദേശ് ഖലി അതിക്രമങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജിയിലാണ് ഉത്തരവ്. CBI അന്വേഷണമാണ് ഉചിതമെന്ന് ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. ജനുവരിയിൽ റേഷൻ അഴിമതി കേസ് അന്വേഷിക്കാനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ഷാജഹാന്റെ സംഘം ആക്രമിച്ചിരുന്നു. തുടർന്ന് ഒളിവിൽ പോയ ഇയാളെ 1.5 മാസത്തിന് ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് നൂറുകണക്കിന് സ്ത്രീകൾ സമരം ചെയ്തിരുന്നു. ബലാത്സംഗം ഉൾപ്പെടെ ആരോപണങ്ങൾ ഉന്നയിച്ച് സ്ത്രീകൾ ഷാജഹാനും കൂട്ടാളികൾക്കുമെതിരെ പരാതിപ്പെട്ടു. ഷാജഹാനെയും മറ്റു പ്രതികളെയും തൃണമൂൽ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരുന്നു. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾക്ക് പുറമെ കൃഷിഭൂമി ചെമ്മീൻകെട്ടിനായി തരംതിരിച്ചതിനെക്കുറിച്ചും സാധാരണക്കാരുടെ ഭൂമി തട്ടിയെടുത്തതിനെക്കുറിച്ചും വിശദമായ അന്വേഷണം വേണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. പരാതിക്കാർക്ക് പോലീസ് സുരക്ഷ ഉറപ്പാക്കണം. പരാതിപ്പെടാൻ പ്രത്യേക പോർട്ടലോ ഇമെയിൽ അക്കൗണ്ടോ CBI ഉണ്ടാക്കണം. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ 15 ദിവസത്തിനകം CCTVയും തെരുവുവിളക്കുകളും സർക്കാർ സ്ഥാപിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. മെയ് 2-ന് കേസ് വീണ്ടും പരിഗണിക്കും. നടിക്കെതിരായ ലൈംഗികാതിക്രമ കേസിൽ പ്രധാന തെളിവായ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളടങ്ങിയ ഫയലുകൾ കോടതിയുടെ കസ്റ്റഡിയിലിറക്കിയ തുറന്നതായി പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ട്. അതിജീവിതയായ നടിയുടെ പരാതിയും കേസിലെ മുഖ്യ സാക്ഷികളിൽ ഒരാളായ സംവിധായകൻ P. ബാലചന്ദ്രകുമാറിന്റെ മൊഴികളും ശരിവച്ചാണ് വിചാരണ കോടതി ജഡ്ജി ഹണി M. വർഗീസ് ജനുവരി 8-ന് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയത്. ഒരു ഹൈക്കോടതി ജഡ്ജിയുമായി ബന്ധപ്പെട്ട മൊഴികളും റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. തന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്നുണ്ടെങ്കിലും ഈ അന്വേഷണത്തിന്റെ നിയമപരമായ സാധ്യത ചോദ്യം ചെയ്ത് അതിജീവിത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. റിപ്പോർട്ട് റദ്ദാക്കണമെന്നും IG റാങ്കിൽ കുറയാത്ത ഓഫീസറുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജി നാളെ പരിഗണിക്കും. മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ 3 തവണ പരിശോധിക്കപ്പെട്ടതായി അന്വേഷണ റിപ്പോർട്ടിലുണ്ടെന്ന് ഹർജിയിൽ പറഞ്ഞു. 2018 ജനുവരി 9-ന് രാത്രി 9:56-ന് അങ്കമാലി ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് ലീന റഷീദും ഡിസംബർ 13-ന് രാത്രി 10:58-ന് എറണാകുളം സെഷൻസ് കോടതി ബെഞ്ച് ക്ലർക്ക് മഹേഷ് മോഹനും 2021 ജൂലൈ 19-ന് പകൽ വിചാരണ കോടതി ശിരസ്തദാർ താജുദ്ദീനും പരിശോധിച്ചിട്ടുണ്ടെന്നാണ് വിവരം. കേസ് ആദ്യം പരിഗണിച്ച അങ്കമാലി മജിസ്ട്രേറ്റ് ലീവ് കഴിഞ്ഞ് തിരിച്ചെത്തി 2017 മാർച്ച് 5 മുതൽ തെളിവുകൾ അട്ടിമറിക്കാൻ പ്രതിഭാഗം നടത്തിയ നീക്കങ്ങൾ പരിശോധിക്കണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം. മെമ്മറി കാർഡ് പരിശോധിക്കുന്നത് സംബന്ധിച്ച അന്നത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയുടെ നിർദ്ദേശങ്ങളുടെ വിവരങ്ങൾ മഹേഷ് മോഹന്റെ മൊഴികളിലുണ്ട്. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിയായ അദ്ദേഹത്തിന്റെ വിശദീകരണം റിപ്പോർട്ടിൽ ചേർത്തിട്ടില്ല. സഹപ്രവർത്തകനായ ജുഡീഷ്യൽ ഓഫീസർമാരെയും ജീവനക്കാരെയും സംരക്ഷിക്കുന്ന തരത്തിലാണ് റിപ്പോർട്ടെന്ന് അതിജീവിത ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ആരോപിച്ചു. തന്നെ പങ്കെടുപ്പിക്കാതെയും അന്വേഷണ ഏജൻസികളുടെ സഹായം തേടാതെയുമാണ് അന്വേഷണം നടത്തിയത്. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ചതുപോലും കോടതി നിർദ്ദേശിച്ച ശേഷമാണ്. മൊഴിപ്പകർപ്പ് തന്നിട്ടില്ല. അങ്കമാലി മജിസ്ട്രേറ്റ് നൽകിയ മൊഴി ആരും ചോദ്യം ചെയ്തിട്ടില്ല.
തൻ്റെ ഫോൺ നശിപ്പിച്ചെന്ന് മഹേഷും ഫോൺ യാത്രക്കിടെ നഷ്ടപ്പെട്ടെന്ന് താജുദ്ദീനും മൊഴി നൽകി. മറ്റ് പരിശോധനകളില്ലാതെ ഇവ അതേപടി വിശ്വസിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി. വിചാരണയിൽ നിന്നുള്ള തെളിവുകളും രേഖകളും എൻക്വയറിയിൽ കൂട്ടിക്കുഴച്ചത് വിചാരണയിൽ പ്രതിഭാഗത്തിന് നേട്ടമാകും. മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ റിപ്പോർട്ട് ചെയ്യാതിരുന്നതിൽ എൻക്വയറി ഓഫീസർക്കും വീഴ്ചയുണ്ട്. കേസിൽ സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ച ശേഷവും അദ്ദേഹത്തെ വിവരമറിയിക്കാതെ പ്രതിഭാഗത്തിന് വേണ്ടി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ചേംബറിൽ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചു. മജിസ്ട്രേറ്റിന്റെ കസ്റ്റഡിയിലായിരുന്ന മെമ്മറി കാർഡ് കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുപോയി. കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരാത്ത ദിവസം പ്രോസിക്യൂഷനെ അറിയിക്കാതെ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചുവെന്നും ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ആരോപിച്ചു. അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി 50,000 രൂപ പിഴ ചുമത്തി തള്ളി. ലൈംഗികാരോപണ കേസിൽ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻമന്ത്രി സന്ദീപ് കുമാർ നൽകിയ ഹർജിയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹന്റെ ബെഞ്ച് ബുധനാഴ്ച തള്ളിയത്. കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള 3ാമത്തെ ഹർജിയാണിത്. ഹർജിക്കാരനെ ജഡ്ജി അതിരൂക്ഷമായി വിമർശിച്ചു. ഒരേ ആവശ്യം ഉന്നയിച്ചുള്ള 3ാമത്തെ ഹർജിയാണ് തള്ളുന്നത്. ജെയിംസ് ബോണ്ട് സിനിമയുടെ പല ഭാഗങ്ങൾ ഇറക്കുന്നത് പോലെയുള്ള പരിപാടിയാണ് ഒന്നിനു പിന്നാലെ മറ്റൊരു ഹർജി സമർപ്പിക്കൽ. കോടതിയെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടിക്കാനുള്ള നീക്കം അംഗീകരിക്കാനാകില്ലെന്നും ജസ്റ്റിസ് മൻമോഹൻ സിംഗ് നിരീക്ഷിച്ചു. അപകടകാരികളായ 23 ഇനം വളർത്തുനായ്ക്കളുടെ ഇറക്കുമതിയും വിൽപ്പനയും നിരോധിച്ച കേന്ദ്ര സർക്കാർ ഉത്തരവ് കർണാടക ഹൈക്കോടതി റദ്ദാക്കി. കേന്ദ്ര ഉത്തരവ് കർണാടകയ്ക്ക് മാത്രം ബാധകമാക്കി കഴിഞ്ഞ മാസം സ്റ്റേ ചെയ്തിരുന്നു. ഇത്തരം തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് മുമ്പ് അംഗീകൃത മൃഗസംരക്ഷണ ഏജൻസികളുമായി ചർച്ച നടത്തണമായിരുന്നുവെന്ന് ഹൈക്കോടതി ഉത്തരവിൽ വിലയിരുത്തി. പിറ്റ്ബുൾ ടെറിയർ, ടോസൈനു, അമേരിക്കൻ സ്റ്റാഫോർഡ്ഷെയർ ടെറിയർ, ഫില ബ്രസീലിയോറോ തുടങ്ങിയ നായ്ക്കളുടെ വിൽപ്പനയാണ് റദ്ദാക്കിയത്. എന്നാൽ ഈ നിയമം നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് UDF സ്ഥാനാർത്ഥിയായിരുന്ന കെ ബാബു മതചിഹ്നങ്ങൾ ദുരുപയോഗിച്ചെന്ന കേസിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. കെ ബാബുവിന്റെ വിജയം ചോദ്യം ചെയ്ത് എതിർ സ്ഥാനാർത്ഥി എം സ്വരാജ് നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് PG അജിത് കുമാറാണ് വിധി പറയുക. എം സ്വരാജിന്റെ ഹർജി റദ്ദാക്കണമെന്ന കെ ബാബുവിന്റെ ആവശ്യം നേരത്തെ സുപ്രീം കോടതി തള്ളിയിരുന്നു. ഹൈക്കോടതിയിൽ സ്വരാജിന്റെ ഹർജി നിലനിൽക്കുമെന്നും നടപടികൾ തുടരാമെന്നും ഫെബ്രുവരി 12-നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത്. ഹർജിയിൽ ഹൈക്കോടതി തെളിവെടുപ്പും സാക്ഷി വിസ്താരവും അന്തിമവാദവും പൂർത്തിയാക്കിയിരുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ കെ ബാബു മതചിഹ്നങ്ങൾ ദുരുപയോഗിച്ച് വോട്ട് തേടിയെന്നാണ് സ്വരാജിന്റെ ഹർജിയിലെ പ്രധാന വാദം. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലെ സുപ്രീം കോടതി വിധിയും തുടർ സംഭവങ്ങളും തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി ബോധപൂർവം ഉപയോഗിച്ചെന്ന് ഹർജിയിൽ പറഞ്ഞു. 992 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ബാബു വിജയിച്ചത്. 2021 ജൂണിലാണ് സ്വരാജ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് റദ്ദാക്കണമെന്ന ബാബുവിന്റെ തടസ്സ ഹർജി 2023 മാർച്ച് 23 ഹൈക്കോടതി തള്ളി. എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചെങ്കിലും ജൂലൈയിൽ ബാബു സുപ്രീം കോടതിയെ സമീപിച്ചു. എം സ്വരാജും സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകി. ഇടക്കാല ഉത്തരവിറക്കും മുമ്പ് തന്റെ വാദം കൂടി കേൾക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കെ ബാബു അനന്തമായി കേസ് നീട്ടുകയാണെന്ന ആക്ഷേപവും ഉന്നയിച്ചു. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കേസ് 6 മാസത്തിനകം തീർപ്പാക്കണമെന്നും അഭ്യർത്ഥിച്ചിരുന്നു. ആശുപത്രികൾ ചികിത്സ നിഷേധിച്ച 17-കാരിയായ ഗർഭിണിക്ക് സർക്കാർ ആശുപത്രിയിൽ ചികിത്സാ സൗകര്യം ഒരുക്കാൻ നിർദ്ദേശിച്ച് ബോംബെ ഹൈക്കോടതി. മുംബൈയിലെ സർക്കാർ ആശുപത്രിയായ JJ ആശുപത്രിയിൽ പെൺകുട്ടിക്ക് ചികിത്സ നൽകാനാണ് കോടതി നിർദ്ദേശിച്ചത്. ഗർഭിണിയാക്കിയ 17-കാരനെതിരെ പരാതി നൽകാത്തതിന്റെ പേരിൽ ആശുപത്രിയിൽ ചികിത്സ നിഷേധിക്കുന്നതായി കാണിച്ച് പെൺകുട്ടി അമ്മ മുഖേന നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. 17-കാരനുമായി പ്രണയത്തിലായ പെൺകുട്ടി ഉഭയകക്ഷി സമ്മതപ്രകാരമായിരുന്നു ബന്ധമെന്ന് കോടതിയിൽ നൽകിയ പരാതിയിൽ പറഞ്ഞു. പെൺകുട്ടിക്ക് ചികിത്സ നിഷേധിക്കുന്നത് ഭരണഘടനാ അവകാശങ്ങളുടെ നിഷേധമാകുമെന്ന് കോടതി നിരീക്ഷിച്ചു. പെൺകുട്ടിക്ക് മുംബൈയിലെ JJ ആശുപത്രിയിൽ ചികിത്സ നൽകാമെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ പൂർണിമ കാന്താരിയ കോടതിയെ അറിയിച്ചു. ആൺകുട്ടിക്കെതിരെ പെൺകുട്ടിക്ക് ക്രിമിനൽ നടപടിക്ക് താൽപ്പര്യമില്ലെന്നുള്ള റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. വെള്ളിയാഴ്ചയ്ക്കകം അഭിഭാഷകൻ മുഖേന പോലീസിൽ നിന്നുള്ള റിപ്പോർട്ട് ഹാജരാക്കണം. ഗർഭചിത്രത്തിന് താൽപ്പര്യമില്ലെന്നും പ്രസവത്തിന് ശേഷം കുട്ടിയെ ദത്തെടുക്കാൻ അനുവദിക്കണമെന്നും പെൺകുട്ടിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. ഇതോടുകൂടി ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങൾ അവസാനിക്കുന്നു. നമസ്കാരം.